Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkal alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Wa barik ala Muhammad wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd, fa inna astaqal hadith kitabullah wa khairas sunan sunan Muhammadin sallallahu alaihi wasallam wa sharral umuri muhdatsatuha wa kullu umuri muhdatsatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin fin nar. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് പ്രസിദ്ധമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലൊന്നാണ് കർബല എന്ന് ചുരുക്കി പറയപ്പെടുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ആ സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത കുത്തായ ആ സംഭവം നടക്കുന്നത് മുഹറം മാസത്തിലാണ്. ആ ഒരു മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി അറിഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയതുമായ കാര്യമാണ്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളിൽ ഒരാളായി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകുമെന്നും സങ്കടത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുമൊക്കെ നമുക്കറിയാം. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ മുഹറവുമായി ബന്ധപ്പെട്ട, കർബലയുമായി ബന്ധപ്പെട്ട, ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ ചരിത്രത്തിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ ദുഃഖാചരണവും, അന്ന് സ്വന്തത്തിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച രൂപത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ച് കരഞ്ഞ് പശ്ചാത്തപിക്കേണ്ട അവസ്ഥയോ നിർദ്ദേശമോ ബാധ്യതയോ ഒന്നും ഒരു വിശ്വാസിക്കില്ല. നേരെ മറിച്ച് അവിടെയുള്ള ചരിത്രം, അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് പലതും നമുക്ക് ഒരു മുസ്ലിം സമൂഹത്തിന്, വിശ്വാസികളുടെ ഒരു കൂട്ടായ്മക്ക് പഠിക്കാനുണ്ട്. ആ കൂട്ടായ്മക്ക് പഠിക്കാനുള്ള, ഇസ്ലാമിക സമൂഹത്തിന് പഠിക്കാനുള്ള ചില പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കഥയിൽ നിന്നും, ആ ദാരുണമായ സംഭവത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധമാകട്ടെ, അതിനു മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വധമാകട്ടെ, ഒരുപാട് യുദ്ധങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ നബിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ ജമൽ യുദ്ധമാകട്ടെ, സിഫീൻ യുദ്ധമാകട്ടെ, ഇതിനൊക്കെ കാരണമായി നിന്നത് അബ്ദുല്ലാഹ് ഇബ്നു സബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അയാളെ പറ്റി പല ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു സബ് എന്ന് പറയുന്നത് ഒരു ജൂതനായിരുന്നു. മുസ്ലിങ്ങൾ അവരുടെ സാമ്രാജ്യം വികസിച്ച സമയത്ത്
പേർഷ്യ ഇസ്ലാമിന്റെ ഭാഗമായ സമയത്ത് പേർഷ്യക്കാരോടൊപ്പം സഖ്യമായി നിന്നിരുന്നവരായിരുന്നു ജൂതന്മാർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ജൂത സഖ്യം ഒരുപാട് ചിന്തിച്ചുണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ വന്നുകൊണ്ട് ഉണ്ടാക്കിയ ഫിത്നകളാണ് യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധത്തിലേക്കും ഷിയഅത്തു അലി എന്ന് പറയുന്ന ഒരു അവാന്തര വിഭാഗം അലി കുടുംബത്തെ അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെ ദൈവതുല്യം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവാന്തര വിഭാഗം സൃഷ്ടിക്കപ്പെടാനും ജമൽ യുദ്ധം പോലെ സിഫീൻ യുദ്ധം പോലെ ഇസ്ലാമിക സമൂഹത്തിൽ ചോര പരക്കപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ഈ അബ്ദുല്ലാഹിബ്നു സബഇന് പകരം നമ്മൾ പഠിക്കുകയും നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള സ്വഹാബികൾ പരസ്പരമുള്ള കലഹമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇസ്ലാമിക സമൂഹത്തിൽ നമ്മളുടെ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഇത്തരം ചതികൾ, ഇത്തരം അബ്ദുല്ലാഹിബ്നു സബകൾ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ, കലഹമുണ്ടാക്കാതിരിക്കാൻ, നമ്മളുടെ ഐക്യത്തെയും നമ്മളുടെ സൗഖ്യത്തെയും ഇല്ലാതെയാക്കാൻ നമുക്ക് ശ്രമിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അബ്ദുല്ലാഹിബ്നു സബകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അബ്ദുല്ലാഹിബ്നു സബഇന്റെ ഏറ്റവും വലിയ ഒരു സഖ്യമുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു സബ പറയുന്ന ദൗത്യങ്ങളെ ഏറ്റെടുത്ത മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ചരിത്രകാരന്മാരെല്ലാവരും അവരെ വിശേഷിപ്പിക്കുന്നത് അവര് ദുർബല വിശ്വാസികളായിരുന്നു. ദുർബല വിശ്വാസികൾ. ആ വിശ്വാസികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഈമാനിന്റെ ദുർബലത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഫിത്നയുണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ കലഹമുണ്ടാവട്ടെ എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന ഒരു വിഭാഗം. കുറ്റം കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നിസ്സാരമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം. തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. നുണയും പരദൂഷണവും വെറുപ്പും കലഹവും ഒക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്, അതൊരു ബാധ്യതയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഭാഗം. ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു സബഇന്റെ ദൗത്യം ഏറ്റെടുക്കുകയും അത് സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധം നിങ്ങൾ നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളിൽ മൂന്നാമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആദരിക്കുകയും ലജ്ജ പ്രകടിപ്പിക്കുകയും ചെയ്ത ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ നുണപ്രചാരങ്ങളും അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പരദൂഷണങ്ങളും ഏഷണികളും ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ വെറുപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വധത്തിൽ കലാശിച്ചത്. ആ വധത്തിലേക്ക് ഒരു മനുഷ്യനെ കൊല്ലുന്നതിലേക്ക് യഥാർത്ഥത്തിൽ ഈ വെറുപ്പും വിദ്വേഷവും ഫിത്നയും എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെയും ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് അബ്ദുല്ലാഹിബ്നു സബ ആണ്. ഈ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ജൂതൻ മുസ്ലിമാണെന്ന രൂപത്തിൽ വരികയും സമൂഹത്തിൽ ഇത്തരം പ്രചാരണങ്ങൾ വഹിക്കുകയും അതിന് ദൗത്യ സംഘമായിക്കൊണ്ട് മുസ്ലിങ്ങളെ ഈ ദുർബലരായ കലഹപ്രിയരായ മനുഷ്യന്മാരെ ഏറ്റെടുക്കുകയും അവർ നാനാഭാഗങ്ങളിൽ ചെന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ചും സ്വഹാബികളുടെ അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുറ്റങ്ങളൊക്കെ പ്രചരിപ്പിച്ച അവസാനം അദ്ദേഹം നോമ്പെടുത്ത് വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തല വെട്ടുകയും അദ്ദേഹത്തിന്റെ രക്തം മുസ്ഹഫിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു എന്നൊക്കെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അവസാനമായി ഓതിക്കൊണ്ടിരുന്ന പേജിലെ നടുവിൽ കാണുന്ന ആയത്ത് പോലും അദ്ദേഹത്തിന്റെ മഹത്വം പറയുന്നതായിരുന്നു. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫി ശിഖാഖ് എന്ന ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വെട്ടിയത്. 7 വെട്ടുവെട്ടി. എന്നിട്ട് പറഞ്ഞു 3 എണ്ണം അല്ലാഹുവിന് വേണ്ടി, 4 എണ്ണം എന്റെ വെറുപ്പ് തീർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിൽ വെറുപ്പുണ്ടാവാൻ ആ വെറുപ്പ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചു. ആ ആയത്ത് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിനെ അടക്കമുള്ള വിശ്വാസികൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ, അവരുടെ പോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഹിദായത്തിലായി, അല്ല എങ്കിൽ നിങ്ങൾ കക്ഷിത്വത്തിന്റെ ആളുകളാണ് എന്ന ആയത്തായിരുന്നു അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ വധിച്ചു. അത് തൊട്ടുടനെ അദ്ദേഹത്തിന്റെ വധത്തിന് പ്രതിക്രിയ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജമൽ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഉണ്ടായി. ആ യുദ്ധങ്ങൾ ഒരിക്കലും ആയിഷ ബിബിയോ സുബൈർ റളിയല്ലാഹുനോ ത്വൽഹ റളിയല്ലാഹുനോ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നതല്ല. നേരെ മറിച്ച് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ വധിച്ചതിന് ശേഷം, പ്രതിക്രിയ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഭരണാധികാരി മതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അവർ വന്നു, അലി റളിയല്ലാഹുവിനുമായി ചർച്ച ചെയ്തു. നമ്മൾ കേൾക്കാറുള്ളത് ഇതൊരു യുദ്ധമായിരുന്നു. ആയിഷ ബിബിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു യുദ്ധപ്പടയാളികൾ
അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുമായി യുദ്ധം നടത്തി എന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, സത്യം അതല്ല. അവര് സൗമ്യതയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. രണ്ടു കൂട്ടരും സുൽഹായി. അമീറുൽ മുഅ്മിനീനായി അലി റളിയല്ലാഹുവിനെ അംഗീകരിച്ചു. രണ്ടു കൂട്ടരും പിരിയാൻ വേണ്ടി രണ്ട് സംഘത്തിലും ടെന്റടിച്ച് രാപ്പാർക്കുന്ന സമയത്ത് ഇതൊരു യുദ്ധത്തിലേക്ക് പോകില്ല, ഇതൊരു കലഹമായി മാറില്ല എന്ന് മനസ്സിലാക്കിയ സബഇയാക്കൾ, അബ്ദുല്ലാഹിബ്നു സബഇന്റെ ആളുകൾ രണ്ട് സംഘമായി പിരിഞ്ഞ് രാത്രി ഇരുട്ടത്ത് രണ്ട് സംഘത്തെയും ആക്രമിച്ചു. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ കൂടെയുള്ളവർ വിചാരിച്ചു മറുപക്ഷം ആക്രമിക്കുകയാണ് എന്ന്. ആയിഷ ബീവിയുടെ കൂടെയുള്ളവർ വിചാരിച്ചു അലി റളിയല്ലാഹുവിന്റെ സൈന്യമാണോ ഈ ആക്രമിക്കുന്നത് എന്ന്. അങ്ങനെയാണ് യുദ്ധമുണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇത്തരത്തിൽ കലഹമുണ്ടാക്കാൻ വന്ന ഒരു മനുഷ്യന്റെ കുതന്ത്രവും അവരുടെ ഒപ്പം കലഹം എന്ന് പറയുന്നതാണ് ഇസ്ലാം എന്ന് വിശ്വസിച്ച ചില ദുർബല വിശ്വാസികളുടെ ഈ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ രക്തപങ്കിലമായ ഒരു ചരിത്രത്തിന്റെ താളുകൾ നമ്മളുടെ ഇസ്ലാമിക ചരിത്രത്തിൽ വന്നത് എന്നുള്ളതാണ്. വംശീയത, ഈ പേർഷ്യൻ ജൂത വംശീയത ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അതും ഈ അബ്ദുല്ലാഹിബ്നു സബയിലൂടെയാണ്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്, നബി കുടുംബം എന്ന് പറയുന്നത് അവരാണ് ഭരണാധികാരികളാകേണ്ടത്. അതല്ലാത്തവരൊക്കെ യഥാർത്ഥത്തിൽ ഭരണാധികാരം തട്ടിയെടുക്കുന്നവരാണ് എന്ന പ്രചാരണം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ഇസ്ലാമിക ആത്മീയ ശ്രേഷ്ഠതയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നമ്മളോട് കൽപ്പിച്ച, നമ്മളോട് മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ് വംശീയത എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പയും നമ്മുടെ പ്രപിതാക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ ഗോത്രവും ഒക്കെ മഹിതമായ വലിയ മഹാകുടുംബവും ഗോത്രമൊക്കെയാണ് എന്ന് പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരുടെ കുടുംബം, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പുപ്പ എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കൊണ്ട് അവരുടെ കർമ്മം നോക്കാതെ വിധിക്കുകയും ചെയ്യുന്ന ആ ഒരു പരിപാടി, അത് എന്റെ ഉമ്മത്തിൽ നിലനിൽക്കും. ജാഹിലിയ സ്വഭാവത്തിൽ 4 കാര്യങ്ങൾ നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിലൊന്ന് അൽ ഫഖ്റു ബിൽ അൻസാബ്, അഹ്സാബ്, സ്വന്തം ഗോത്രത്തിനെ, കുടുംബത്തെ പറഞ്ഞുകൊണ്ട് ബഹുമതി നടിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഫിൽ അൻസാബ്, കുടുംബം പറഞ്ഞുകൊണ്ട് ദൂഷിച്ച് പറയാ. ഒരു മനുഷ്യൻ നല്ല ആളാണ്, പക്ഷെ അയാളുടെ കുടുംബം മോശമാണ്, അതുകൊണ്ട് അയാൾ മോശക്കാരനാണ് എന്ന് പറയുന്ന സ്വഭാവം. ഈ വംശീയത സഹോദരന്മാരെ, ജൂത പേർഷ്യൻ വംശീയത ഇസ്ലാമിലേക്കും കടന്നു വന്നു. അലിയും അലിയുടെ മക്കളും അലിയുടെ പേരക്കുട്ടികളും ഒക്കെ ശ്രേഷ്ഠന്മാർ. എത്ര മക്കൾ പിന്നീട് ഉണ്ടാവുന്നവരൊക്കെ ശ്രേഷ്ഠന്മാര്. അലിക്കെതിരെ യുദ്ധം ചെയ്ത അലിയുടെ മക്കൾക്ക് പകരം ഭരണാധികാരിയായ വ്യക്തിയുണ്ടല്ലോ, മുആവിയ റളിയല്ലാഹു, അദ്ദേഹം മോശക്കാരനാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ മോശമാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബൂ സുഫിയാൻ മോശമാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉമ്മ ഹിന്ദ് ബിൻത് ഉത്ബ മോശമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഷിയാക്കളും അതുപോലെ തന്നെ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളും പ്രചാരണങ്ങൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രചാരണം സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഷിയാക്കളുമായി അടുത്ത രാഷ്ട്രീയ ആദർശം ബന്ധം പുലർത്തുന്ന വ്യക്തികളിലൂടെ, മനുഷ്യന്മാരിലൂടെ, സാഹിത്യകാരന്മാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ അഹ്ലുസുന്നയിലേക്കും കടന്നു വന്നു എന്നുള്ളത് നമ്മളിത് കാണാണ്. ഈ വംശീയത, അലി റളിയല്ലാഹുവിനെതിരെ നിന്നവർ ഒക്കെ തെറ്റിലായിരുന്നു, അവരൊക്കെ മോശക്കാർ. മുആവിയ റളിയല്ലാഹു ആകട്ടെ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ, അദ്ദേഹത്തിന്റെ ഉമ്മ ഹിന്ദ് ബിൻത് ഉത്ബയാകട്ടെ, നമ്മൾ എന്തെങ്കിലും നന്മ അവരെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ചരിത്ര ഗ്രന്ഥത്തിലോ നമ്മൾ കേട്ട പ്രഭാഷണത്തിലോ നമ്മളുടെ ഇസ്ലാമിക ചർച്ചകളിലോ വേദികളിലോ ഒക്കെ ഇവരെ പുകഴ്ത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറ്റമല്ലാതെ, തെറ്റായ ചരിത്രമല്ലാതെ, പിന്നെ ദുഷ്പ്രചാരണങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇവരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്വഹാബികളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലാഹ് റസൂൽ എന്താ പറഞ്ഞത്? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾ കുറ്റം പറയരുത്, എന്റെ സ്വഹാബികളെ നിങ്ങൾ കുറ്റം പറയരുത്. അവര് ഒരു മുദ്ദെങ്ങാനും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആ മുദ്ദിനോളം, നിങ്ങൾ ഒരു ഉഹദ് മലയോളം ചെലവഴിച്ചാലും അതിനൊപ്പം എത്തൂല. അത്രയും ഇസ്ലാം ക്രൂശലായ ഒരു ദിശയിലൂടെ കടന്നുപോയിരുന്ന കാലത്ത് ആ സമയത്ത് ഇസ്ലാമിനെ സഹായിച്ചവരാണ് ഈ സ്വഹാബികൾ. ഈ സ്വഹാബികളിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടില്ലേ? ഇതിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടില്ലേ? ഇതിൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാ? മൻ ലഖിയ നബിയ മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക, വിശ്വസിച്ചുകൊണ്ട് നബിയെ കണ്ടുമുട്ടുകയും ഇസ്ലാമിൽ മരിക്കുകയും ചെയ്ത എല്ലാവരും സ്വഹാബികളാണ്. ആ സ്വഹാബികളെ ആരെയും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. ആരെ പറ്റി എവിടെ ചരിത്രത്തിൽ ദൂഷ്യം കേട്ട
കേട്ടാലും നമ്മൾ സൂക്ഷിക്കണം. എന്തേ കാരണം? ഇമാം അഹ്മദ് പറയാണ്, ഒരു മനുഷ്യൻ സ്വഹാബികളെ പറ്റി കുറ്റം പറയുന്നത് കേട്ടാൽ ഫത്തഹിമുഹു അലൽ ഇസ്ലാം, അയാളുടെ ഇസ്ലാമിനെ നിങ്ങൾ പരിശോധിക്കണം. അയാൾക്ക് ഇസ്ലാമോ ഈമാനോ ശരിക്കും മനസ്സിൽ പ്രവേശിച്ചിട്ടുണ്ടാകില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ എന്തെങ്കിലും സ്വഹാബികളെ കുറ്റം പറയുന്നത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുകിൽ അത് ദുർബലായിരിക്കും, ആ ചരിത്ര റിവായത്ത്, ആ നിവേദനം തന്നെ ദുർബലായിരിക്കും, സ്വഹീഹാവില്ല. ഏതോ കള്ളൻ അല്ലെങ്കിൽ ഏതോ നുണയൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മശക്തി ഇല്ലാത്ത റാവിയൊക്കെ ഉദ്ധരിച്ചതായിരിക്കും. അതല്ലെങ്കിൽ അത് അപൂർണമായിരിക്കും, പൂർണ്ണമായ ചിത്രം ആ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ ആ സ്വഹാബിയുടെ ഉദ്ദേശം, ആ പ്രവർത്തനത്തിന്റെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അതുമല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഏത് കാരണം സ്വീകരിച്ചാലും വേണ്ടില്ല, അവരെ പറ്റി ദൂഷ്യം സംസാരിക്കാൻ, അവരുടെ ദോഷങ്ങൾ പറയാൻ, അവരെ പറ്റി മോശമായി ചിന്തിക്കാൻ നമുക്ക് അർഹതയില്ല. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? മുആവിയ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ മുആവിയാന്നേ പറയുള്ളൂ, റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ചില പുസ്തകങ്ങളിൽ കാണൂല. ആ പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ ഒരു റാ ഉണ്ടാകില്ല, അതോടൊപ്പം തന്നെ അലി റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ടുണ്ടാകും, അവിടെ റാ ഉണ്ടായിരിക്കും. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവരിൽ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എന്തിനാണ് റാ എന്ന് പറയാത്തത്? അത് ഈ സ്വാധീനാണ്, ഈ വംശീയതയുടെ സ്വാധീനാണ്. അല്ലാഹുവിന്റെ റസൂൽ മുആവിയ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞതായി ഹദീസിൽ നിങ്ങൾ നോക്ക്, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയം വമഹ്ദിയം വഹ്ദി ബിഹി, അല്ലാഹുവേ അദ്ദേഹത്തിനെ ഹിദായത്തിലാക്കണേ, അദ്ദേഹം മനുഷ്യന്മാർക്കെല്ലാവർക്കും സന്മാർഗം കാണിക്കുന്നവരാക്കണേ, അദ്ദേഹത്തിലൂടെ പലരും സന്മാർഗത്തിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ച മുആവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ അല്ലിം മുആവിയൽ കിതാബ വൽ ഹിസാബ്, അല്ലാഹുവേ ഖുർആൻ മുആവിയക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന്, വഖിഹിൽ അദാബ്, നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ നമുക്ക് താല്പര്യമില്ലേ? നമുക്കതിന് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ നോക്കൂ, ഉമ്മു ഹറാം ബിൻത് മൽഹാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നിങ്ങൾ നോക്ക്. ഒരു ദിവസം നബി ഉമ്മു ഹറാമിന്റെ വീട്ടിലാണ്. ആ സമയത്ത് നബി ഉറങ്ങുന്നതിനിടയിൽ നബി ഇങ്ങനെ ചിരിച്ചിട്ട് എഴുന്നേൽക്കാണ്. അപ്പോ ഉമ്മു ഹറാം ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോ നബി പറഞ്ഞു, എനിക്ക് വഹീ നൽകപ്പെട്ടു, വഹീയിൽ ഞാൻ കണ്ടത് എന്റെ ഉമ്മത്തിൽ ശേഷക്കാരിൽ വരാനുള്ള ചില ആളുകളെയാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് സമുദ്രപട നയിക്കുന്നവരാണ്, നാവികപ്പട നയിക്കുന്ന ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ നിന്ന് വരാനുണ്ട്. കൽമുലൂകു അലൽ അസിർ, അവര് രാജാക്കന്മാരെ പോലെ ആയിരിക്കും ഉണ്ടാവുക. അത്രയും പ്രൗഢമായ ഒരു നാവികപ്പട, ഇസ്ലാമിക നാവികപ്പട വരാനുണ്ട്. അവരെ ഞാൻ കണ്ടു. അങ്ങനെ കണ്ട ആ മനുഷ്യന്മാരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മഗ്ഫൂർ ലഹു മഗ്ഫൂർ ലഹു മഗ്ഫൂർ ലഹു, അവരെന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് അതൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തു. കാരണം അത്രയും വലിയ സേവനാണ് ഇസ്ലാമിക നാവികപ്പട ആദ്യമായി നയിക്കാന്നുള്ളത്. അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മു ഹറാം പറഞ്ഞു, റളിയല്ലാഹു അൻഹ, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണേ നബിയെ, നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് നബി പ്രാർത്ഥിച്ചു. ഉമ്മു ഹറാം പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു നയിച്ച നാവികപ്പടയിൽ, കപ്പലിൽ അവരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുആവിയ റളിയല്ലാഹു അൻഹു വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഇസ്ലാമിലെ ആദ്യത്തെ നാവികപ്പട നയിച്ച ഒരു വ്യക്തിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിനോട് ചോദിച്ചു, മുആവിയയാണോ അതോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ ഏറ്റവും ഉത്തമൻ? നമ്മളെല്ലാരും ഉമർ രണ്ടാമൻ എന്ന് പറയുന്ന താബിഈയായ ഒരു രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഉണ്ടോ സഖി ഒരു കുല മുന്തിരി എന്ന് പറയുന്ന പാട്ടൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ അതോ മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഏറ്റവും ഉത്തമൻ എന്ന് താബിഈയായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാദാ അഖൂലു ഫീ റജുലിൻ ഖാല റസൂലുള്ളാഹി സമി അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പിന്നിൽ നിന്ന് പറയാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനെ പറ്റി ഞാൻ എന്ത് പറയാനാണ്?
ആ ഭാഗ്യം ലഭിച്ച മുആവിയെ പറ്റി പിന്നീട് നബി മരിച്ച് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ച മഹാനായ ഒരു രാജാവിനോട് ഉപമിക്കാൻ വല്ല അർഹതയുണ്ടോ? അദ്ദേഹത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. അള്ളാന്റെ റസൂലിന്റെ ഒപ്പം നിസ്കരിക്കുന്നതിനിടയിൽ പുരികത്ത് നിലത്ത് നിന്ന് പറ്റിപ്പിടിച്ച മൺതരിയുണ്ടല്ലോ, അതുപോലും ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ അതുപോലും ഉത്തമമാണ്. കാരണം അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണ് അദ്ദേഹം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്വഹാബിയെ പറ്റിയിട്ടാണ് ദൂഷ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അധികാരമോഹിയായ അലിക്കെതിരെ യുദ്ധം ചെയ്ത അലി റളിയല്ലാഹുവിനെതിരെ സിഫീൻ യുദ്ധം നയിച്ചത്, മുആവിയ റളിയല്ലാഹു യുദ്ധം നയിച്ച എന്തിനാ? അതിന്റെ കാരണം പോലും അധികാരമോഹമായി കൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആളുകൾ, താങ്കൾ അലിയേക്കാൾ ഉത്തമനാണ്, അധികാരത്തിന് അർഹനാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, എന്നേക്കാൾ ശ്രേഷ്ഠനും അധികാരത്തിന് ഏറ്റവും അർഹനുമായിട്ടുള്ളത് അലി റളിയല്ലാഹുവിനാണ്. പക്ഷേ ഖുർആനിൽ ഒരു ആയത്ത് ولا تقتلوا النفس التي حرم الله الا بالحق ومن قتل مظلوما فقد جعلنا لوليه سلطانا. ഒരു മനുഷ്യൻ അക്രമത്തോടുകൂടി കൊല ചെയ്യപ്പെട്ടാൽ അയാളുടെ പ്രതിക്രിയയുടെ അധികാരം അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു എന്റെ കുടുംബമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ വധിക്കാനുള്ള അധികാരം എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടല്ലാതെ അലി റളിയല്ലാഹുവിനെ ഞാൻ ബയ്യത്ത് ചെയ്യില്ല. ഇതായിരുന്നു പ്രശ്നം. അധികാരമോഹമോ അധികാര പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല. അലി റളിയല്ലാഹു പറഞ്ഞിരുന്നത്, ഞാൻ ഭരണാധികാരി ആയതിനു ശേഷമാണ് പ്രതിക്രിയ നടക്കേണ്ടത്. ഇവര് രണ്ടുപേരും മുജ്തഹിദുകളാണ്, വലിയ ഗവേഷണാത്മകമായ പണ്ഡിതന്മാരാണ്. ഗവേഷണാത്മകമായ കഴിവുള്ള പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയാൽ ഒരു കൂലിയും ശരി പറ്റിയാൽ 2 കൂലിയുമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ മുആവിയ റളിയല്ലാഹു ഇജ്തിഹാദ് നടത്തി, ഗവേഷണം നടത്തി, ഖുർആൻ വെച്ചിട്ട് പഠിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായത് അലി റളിയല്ലാഹു രാഷ്ട്രീയ തെറ്റാണ് ചെയ്യുന്നത് എന്നാണ്. അലി റളിയല്ലാഹുവിന് മനസ്സിലായത് മുആവിയ റളിയല്ലാഹു രാഷ്ട്രീയമായി തെറ്റ് ചെയ്യാൻ. ഇതായിരുന്നു അവരുടെ തമ്മിലുള്ള പ്രശ്നം. അതിൽ തെറ്റ് പറ്റിയത് ആരാണോ അയാൾക്ക് ഒരു കൂലിയുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാതെ അവർക്ക് നരകമുണ്ടെന്നല്ല. അപ്പൊ ആളുകൾ പറയുന്നത് അധികാരമോഹത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഇവരും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രചാരണങ്ങൾ, തഹ്കീം സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. മുആവിയ റളിയല്ലാഹു അംർ ഇബ്നു ആസിനെ മധ്യവർത്തിയായി വെച്ചു. മഹാനായ അലി റളിയല്ലാഹു അബൂ മൂസൽ അശ്ശരിയെ മധ്യവർത്തിയാക്കി വെച്ചു. അബൂ മൂസൽ അശ്ശരി തന്റെ മോതിരം ഊരിയിട്ട്, ഇതാ ഭരണാധികാരിയെ ഞാൻ ഊരിയിരിക്കുന്നു, ഞാൻ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു, ചർച്ച തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോ അംർ ഇബ്നു ആസ് തന്റെ മോതിരം ഊരിയിട്ട് അതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇതാ അലി റളിയല്ലാഹുവിനെ ഭരണത്തിൽ നിന്ന് ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, എന്നിട്ട് അതിന് പകരം മുആവിയയെ ഭരണത്തിൽ വെച്ചിരിക്കുന്നു. ഒരു അടിസ്ഥാനവുമില്ലാത്ത കഥ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സനദില്ലാതെയും ദുർബലമായ സനദോടുകൂടിയും വന്ന കഥയൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അംർ ഇബ്നു ആസിനെ പോലെയുള്ള, മുആവിയ റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബികളെ നമ്മൾ വിധിക്കാണ് അവര് ചതിയന്മാരാണെന്നും അതുപോലെ തന്നെ അവര് കളവ് കാണിച്ചിട്ടുണ്ടെന്നും വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നും. അബൂ സുഫിയാൻ റളിയല്ലാഹു അദ്ദേഹം മക്കം ഫത്തഹിന് ശേഷം കുടുങ്ങിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് പറയാറുള്ളത്. പക്ഷെ മക്കം ഫത്തഹിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ സ്വഭാവം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഇസ്ലാം എന്തായിരുന്നു? അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ധീരമായി പോരാടി എന്നാണ് ഹദീസിൽ നമുക്ക് കാണാവുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് നിങ്ങൾ നോക്കൂ. ഹുനൈൻ യുദ്ധത്തിൽ ചില മുസ്ലിങ്ങൾ തിരിഞ്ഞോടിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സംരക്ഷണമായി 2 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിലൊന്ന് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ത്വായിഫുകാരോടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ണ് പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു എന്നാണ് ചില റിവായത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കണ്ണ് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത യുദ്ധത്തിന് അദ്ദേഹം പോകാണ്. 2ാമത്തെ യുദ്ധം യർമൂക്ക് യുദ്ധം, അതിൽ 2ാമത്തെ കണ്ണും പോയി. അന്ധനായിട്ടാണ്, ഇസ്ലാമിന് വേണ്ടി 2 കണ്ണും ത്യജിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. മരിച്ചു പോകുന്ന സമയത്ത് ചില ആളുകൾ കരയുന്നത് കണ്ടു. ആ സമയത്ത് മരണാസന്നനായ അദ്ദേഹം പറഞ്ഞു, എന്റെ പേരിൽ നിങ്ങൾ കരയരുത്, എന്റെ പേരിൽ നിങ്ങൾ കരയരുത്. വല്ലാഹി, അല്ലാഹുവാണേ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു പാപം പോലും ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റൂ? ഒരു പാപം പോലും ബോധം വെച്ച നാൾ മുതൽ ഞാൻ ചെയ്തിട്ടില്ല, ഇസ്ലാം എന്റെ മനസ്സിൽ ഉറച്ച കാലം മുതൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റൂ? ആ അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ കുറ്റം പറയാണ്. ഹിന്ദ് ബിൻത് ഉത്ബയെ പറ്റിയുള്ള കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഹംസ റളിയല്ലാഹുവിനെ വഹ്ശിയെ കൊണ്ട് കൊല ചെയ്യിപ്പിക്കുകയും കരള് മുറിച്ചിട്ട് കടിച്ച് തുപ്പുകയും
ഒക്കെ ചെയ്ത ക്രൂരയായ ഹിന്ദിന്റെ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒന്നും സ്വഹീഹല്ല, ഒന്നും ഒരു ഹദീസ് ഗ്രന്ഥത്തിലുള്ളതല്ല, ഒന്നും ചരിത്രപരമായ റിവായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ദുർബലമായ കഥകളാണ്. ഹിന്ദ് ബിൻത് ഉത്ബ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായ ജാഹിലി കാലത്ത് പോലും മാന്യയായി ജീവിച്ച, കുലീനയായി ജീവിച്ച മഹദിയാണ് എന്നാണ് നമ്മൾ ഹദീസുകളിൽ നിന്ന് കാണുന്നത്. നബിയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വന്നപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈഅത്ത് ചെയ്യണം. രണ്ടാമതായിട്ട് വലാ യസ്നീൻ, വ്യഭിചരിക്കരുത് എന്ന് ബൈഅത്ത് ചെയ്യണം. അപ്പൊ അവര് ചോദിക്കാണ്, ജാഹിലി കാലത്ത് പോലും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു സ്വതന്ത്രയായ സ്ത്രീ വ്യഭിചരിക്കുമോ എന്ന് ആ ജാഹിലി കാലത്ത് പോലും ശ്രേഷ്ഠമായ സ്വഭാവം വെച്ച് പുലർത്തിയിരുന്ന ഹിന്ദിനെ പറ്റിയാണ് ഇത്തരം കഥകൾ. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സംസാരിക്കുന്നത് വ്യക്തികളെ പറ്റിയല്ല, നമ്മൾ ഏതെങ്കിലും നാട്ടിലുള്ള മനുഷ്യന്മാരെ പറ്റിയല്ല, അള്ളാഹുവിന്റെ ഖുർആൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ പറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കർബലയും മുഹറൊക്കെയായി ബന്ധപ്പെട്ട് കുറെ പ്രചാരണങ്ങളും കഥകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഒന്നും നമ്മൾ സ്വഹാബികളെ കുറ്റം പറയുന്നതാണെങ്കിൽ ഒന്നും വിശ്വസിക്കരുത്. സ്വഹാബികളെ കുറ്റം പറയുന്നതാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ന്യൂനത ഉണ്ടാവും. ഒന്നുകിൽ അത് ലൈഫായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ കഥ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതുമല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്ത് അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ ആയത്താണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 10ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ, മക്കം ഫത്ഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുകയും ചെയ്ത സ്വഹാബികളുണ്ട്. അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ദറജ ഉള്ളത്, അതിൽ സംശയമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി, ഇവർക്കൊക്കെ ശ്രേഷ്ഠമായ പദവിയുണ്ട്. ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദിൽ ഫത്ഹി വഖാതലു, മക്കം ഫത്ഹിന് ശേഷം യുദ്ധം ചെയ്ത, അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മനുഷ്യന്മാരുണ്ട്. അവർക്ക് മറ്റവരെ അത്ര ശ്രേഷ്ഠത അള്ളാന്റെ അടുക്കൽ ഉണ്ടാവില്ല. പക്ഷേ വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, അവർക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സ്വർഗവാസികളാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അതിലൊരു സംശയവും നമുക്ക് ഉണ്ടാവരുത്. ശ്രേഷ്ഠത കൂടിയും കുറഞ്ഞിരിക്കും, പക്ഷേ ഇവരൊക്കെ സ്വഹാബികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഫിത്നയുടെ കുറ്റം പറയുന്ന, അത് പ്രചരിപ്പിക്കുന്ന സംസ്കാരത്തിന്റെ, തമ്മിൽ തല്ലുന്നത്, നുണ പറയുന്നത്, പരദൂഷണം പറയുന്നത്, വെറുപ്പുണ്ടാക്കുന്നത്, കലഹം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് കരുതുന്ന സംസ്കാരം നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പ്രചരിപ്പിക്കാതിരിക്കുക. അത് തുടങ്ങേണ്ടത് നമ്മളുടെ സ്വഹാബികളെ വെച്ചുകൊണ്ടാണ്. സ്വഹാബികളുടെ കാര്യത്തിൽ നമ്മൾ തുടങ്ങുക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ സംസ്കാരമായി കൊണ്ടത് മാറ്റുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആളുകളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. കഅബ വെച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഈ കഅബ കണ്ടില്ലേ, ഇന്നത്തെ ദിനം എന്ന് പറഞ്ഞാൽ നഹറിന്റെ ദിനം, ഈദിന്റെ ദിനം, ഈ ദിനത്തെക്കാൾ, ഈ കഅബയേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു വിശ്വാസിയുടെ ധനവും അഭിമാനവും ശരീരവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഅബയുടെ മേൽ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ, അതിനെ ദൂഷിച്ചാൽ, അതിന്മേലൊന്ന് തുപ്പിയാൽ, അതിനൊന്ന് അടിച്ചാൽ, അതിനൊന്ന് ചീത്ത പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും പരിഭാവനമാണ് കഅബ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മളുടെ ഈ അങ്ങാടിയിലുള്ള ഒരു വിശ്വാസിയുടെ അഭിമാനവും അവന്റെ ധനവും അവന്റെ ശരീരവും എന്ന് തിരിച്ചറിയണം. ആ സംസ്കാരം നമ്മൾ തുടങ്ങേണ്ടത് സ്വഹാബികളിൽ നിന്നാണ്. അത് നമ്മൾ പരത്തേണ്ടത് നമ്മൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, കർബല അടക്കമുള്ള ചില സംഭവങ്ങൾ, ചില ഇമാമുമാരുടെ, പണ്ഡിതന്മാരുടെ മരണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ, മുഹറത്തിന്റെ പരിപാവനമായ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് റസൂലുള്ള പറഞ്ഞ, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പറഞ്ഞ 4 മാസങ്ങൾ പരിപാവനമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞ മാസത്തിൽ നഹസ് ഉണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് ദോഷമുണ്ട്. ആ മാസത്തിൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും കർമ്മം നമ്മൾ ചെയ്താൽ അതിന്റെ ഫലം ദുഷിച്ചതായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അശുഭകരമായ ദിവസങ്ങൾ അടങ്ങിയ, നഹ്സ് അടങ്ങിയ ചില ദിവസങ്ങൾ ഉണ്ട് എന്ന അന്ധവിശ്വാസവും, അത് ഷഹറുല്ലാഹിൽ മുഹറമിൽ ഉണ്ട് എന്ന വിശ്വാസമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇതിനില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കുന്ന ഏത് മാസവും ഏത് ദിവസവും നഹ്സുള്ളതാണ്.
അത് ദിവസത്തിന്റെ പ്രത്യേകതയല്ല, നമ്മളുടെ കർമ്മത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആദ് സമൂദ് സമൂഹത്തെ നശിപ്പിച്ചതിന്റെ കഥ പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അതൊരു നഹസുള്ള ദിവസമാണ് നടന്നത്. ആ നഹസ് ആ ദിവസത്തിന്റെ ആ ഡേറ്റിന്റെ പ്രത്യേകത അല്ല, അവരുടെ കർമ്മം കൊണ്ട് ആ ദിവസം അശുഭകരമായി മാറി. അപ്പൊ നമ്മളാണ് ഒരു ദിവസത്തെയും മാസത്തെയും ഒക്കെ അശുഭാക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ നമ്മളാണ് അശുഭകരമാക്കുന്നത്. അതല്ലാതെ മാസവും ദിവസവും നമ്മളെ ജീവിതത്തെ അശുഭകരമാക്കില്ല. ആ വിശ്വാസം ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് മുഹറം മാസം എന്ന് പറയുന്ന പരിപാവനമായ മാസത്തിൽ നഹസുണ്ട്, മ്ലേച്ഛതയുണ്ട് എന്ന് പറയുന്നത് തന്നെ എത്ര വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മുക്തമായി കൃത്യമായ ചരിത്രവും ഇസ്ലാമിന്റെ ആദർശവും ഒക്കെ പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന, ആ സംസ്കാരം വെച്ച് പുലർത്തുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണവും അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ നടത്തിപ്പുകാരും അതിനുവേണ്ടി സേവനമർപ്പിച്ചവരും എല്ലാവർക്കും അള്ളാഹു ജന്നത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.